മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധവുമായി ബോർഡ് അംഗങ്ങൾ. ബോർഡിനെതിരെ പ്രതികാര നടപടിയാണ് യുഡിഎഫ് സർക്കാർ സ്വീകരിച്ചതെന്ന് ബോർഡ് അംഗങ്ങൾ പറഞ്ഞു. നെയ്വിതരണത്തിൽ ഉൾപ്പെടെ വ്യാജ അഴിമതി ആരോപണമാണ് ബോർഡിനെതിരെ സർക്കാർ ഉന്നയിക്കുന്നതെന്നും അംഗങ്ങൾ വ്യക്തമാക്കി. വ്യാജ അഴിമതി ആരോപണത്തിന്റെ മറവിൽ ഭരണമാറ്റം വന്നതിന്റെ ഭാഗമായുള്ള പ്രതികാര നടപടിയാണ് യുഡിഎഫ് സർക്കാർ സ്വീകരിച്ചത്. പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് സർക്കാർ പ്രതികാര നടപടിയെടുത്തത്. മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ തുടർന്നാണ് പിരിച്ചുവിട്ട വിവരം അറിഞ്ഞതെന്നും ബോർഡ് അംഗങ്ങൾ. രാഷ്ട്രീയ പ്രേരിതമാകാം എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ തെറ്റുകൾ നമ്മൾക്ക് 7 ദിവസം മുമ്പ് നോട്ടീസ് തരികയും നോട്ടീസിനുള്ള വിശദീകരണം കൊടുക്കുകയും ചെയ്തതിന് ശേഷം തെറ്റ് കണ്ടെത്തുമ്പോഴാണ് പിരിച്ചുവിടൽ നടപടി നടത്തുന്നത്. സാധാരണമായി ഇതൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഒരു നോട്ടീസ് പോലും കൈപ്പറ്റാതെ വരുമ്പോൾ ചെയർപേഴ്സൻ്റെ മുറി പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത് വളരെ അപലപനീയമാണ്. വളരെ സങ്കടം തോന്നിയ കാര്യമാണ്. ഇതെല്ലാം ഇങ്ങനൊരു രാഷ്ട്രീയപരമായ കളി നടത്തിയത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശബരിമലയിലേക്ക് അയച്ച നെയ്യിൽ അഴിമതി കാണിച്ചുവെന്നാണ് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ക്വാളിറ്റി കൂടിയ FSSAI പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പാക്കിയ നെയ്യാണ് അയച്ചത്. ഇതിനാധാരമായ രേഖകളും ഭരണസമിതിയുടെ കയ്യിലുണ്ടെന്നും ബോർഡ് അംഗങ്ങൾ. ശബരിമലയിൽ നെയ്യ് കൊടുത്തു എന്നുള്ളതും നല്ല ക്വാളിറ്റിയിലുള്ള സാധനം അവിടെ എത്തിയെന്നും പറഞ്ഞ ക്വാണ്ടിറ്റി അവിടെ എത്തിയെന്നും ഞങ്ങൾക്ക് കത്ത് തന്നിട്ടുണ്ട്. ഗുണനിലവാരമുള്ള സാധനം എത്തിയെന്ന്. അത് എത്തിയില്ല എന്നും പറഞ്ഞ് അങ്ങനെയുള്ള സാധനം കിട്ടിയില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായ ഒരു വാർത്തയാണ്. ദേവസ്വം ബോർഡ് തന്ന കത്തുണ്ട് ഞങ്ങളുടെ കയ്യിൽ. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമായ അഴിമതി ആരോപണത്തിന്റെ പേരിൽ കൃത്യമായി പ്രവർത്തിച്ച ഭരണസമിതിയെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ നിയമ നടപടിയുമായി മുൻപോട്ടു പോകുവാനാണ് ഭരണസമിതിയുടെ നീക്കം. യൂണിയനിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണമാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസം അവസാനം നടക്കേണ്ട മിൽമ ഫെഡറേഷൻ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമാണ് പിരിച്ചുവിടലെന്നാണ് ഉയരുന്ന വിമർശനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.